ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന പ്രിയ ദൈവജനമേ, ഏവർക്കും വീണ്ടും വരാമെന്ന് വാഗ്ദത്തം ചെയ്ത വല്ലഭനായ സ്വർഗീയ പിതാവിൻ്റെ അത്ഭുതമേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഏറ്റവും ധന്യമായ അനുഗ്രഹിക്കപ്പെട്ട ഈ ദിനത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. 2024 രണ്ടാം മാസത്തിൻ്റെ രണ്ടാമത്തെ ഞായറാഴ്ച വലിയവനായ ദൈവത്തെ ആരാധിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ ഈ ആയുസ്സിൽ ദൈവം നമ്മെ സഹായിക്കുന്നത് ഓർത്ത് ദൈവത്തെ ഹൃദയംഗമായി സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കണ്ണുകളടയ്ക്കാം, ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നീ എൻ്റെ ദൈവം, അധികാരത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങിവരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു എന്ന് ഭക്തൻ തൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തട്ടിൽ നിന്നും അങ്ങയോട് നിലവിളിച്ച് സംസാരിച്ച അനുഭവത്തിലൂടെ പ്രിയ പിതാവേ, ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങളെ തന്നെ ദൈവകരങ്ങൾ സമർപ്പിക്കുവാനും ദൈവകൃപ അനുഭവിപ്പാനും ദൈവം ഞങ്ങളെ സഹായിക്കുന്നുള്ള സ്തോത്രം. അവിടുത്തെ കൃപയിൽ ഞങ്ങളെ ചോർത്തിരിക്കുന്നോർത്ത് സ്തോത്രം ചെയ്യുന്നു. അപ്പ നന്ദി അപ്പ. ഇന്നത്തെ ഈ പ്രഭാത വേളയിൽ അവിടുത്തെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ, അവിടുത്തെ ശക്തി ഞങ്ങളുടെ മേൽ പകരണമേ അപ്പ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് അരുളിച്ചെയ്തുള്ള പിതാവേ, ആ വചനത്തിൽ ഞങ്ങളേറെ ശ്രദ്ധ വെച്ച് ഞങ്ങളതിൽ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിത നാളുകൾ മുന്നോട്ട് ഗമിപ്പാൻ സർവശക്തനായ ദൈവം എല്ലാ നിലകളിലും ഞങ്ങളെ സഹായിച്ചൊരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബലപ്പെടുത്തണമേ. ഇന്ന് ഞങ്ങൾ കേൾപ്പിക്കുവാൻ പോകുന്ന തിരുവചന സന്ദേശത്തിനായി സ്തോത്രം. അവിടുത്തെ ആത്മാവിൻ്റെ ശക്തി ഞങ്ങൾ വെളിപ്പെടുത്തണമേ, ശക്തീകരിക്കണം, ബലപ്പെടുത്തണമേ. പൂർണ്ണമായ ദൈവകരങ്ങൾ ഞങ്ങൾ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുക്കൃപ നീളായി കൂട്ടിരിക്കട്ടെ. നന്ദിയപ്പ, നന്ദിയപ്പ. കോടാനുകൂടി സ്തോത്രം ചെയ്യുന്നു. തിരുക്കൃപ നീളായി കൂട്ടിരിക്കട്ടപ്പ. ഇന്ന് ഞങ്ങളോട് ഇടപെടുന്നതോർത്ത് സ്തോത്രമപ്പ. വചനം കേൾക്കുവാനായിട്ട് വളരെ കാതോർത്ത് ആകാംക്ഷയോടിരിക്കുന്ന എല്ലാവരെയും അടിയങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നന്ദി പിതാവ്. എല്ലാവരുടെ മേലും അവിടുത്തെ ആത്മാവിൻ്റെ ശക്തി പകരണം. അവരവർ ആയിരിക്കുന്ന ഭവനങ്ങൾ, ആയിരിക്കുന്ന സ്ഥലങ്ങൾ ദൈവമേ അവിടുത്തെ ശക്തിയും സാന്നിധ്യവും അങ്ങ് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. ആമേൻ. ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ സന്ദേശം കേൾക്കട്ടെ. കൃപയും ബലപ്പെടുത്തണമേ. യേശു രക്ഷിതാവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു മാസം. ഈ മാസത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത 2024 ലെൻറ്റ് സീസണിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നോമ്പ് കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നോമ്പ് ആരംഭിക്കുന്നത് ഫെബ്രുവരി മാസം 14-ാം തീയതിയാണ്. ഫെബ്രുവരി മാസം 14-ാം തീയതി ബുധനാഴ്ച ചാമ്പൽ ബുധനാഴ്ചയായിട്ട് ലോകമെമ്പാടും ക്രൈസ്തവർ ആചരിക്കുകയാണ്. അപ്പോൾ ചാമ്പൽ ബുധനാഴ്ചയോട് കൂടെ ചേർത്ത് ആരംഭിക്കുന്ന 46 ദിനങ്ങൾ, മാർച്ച് മാസം 30-ാം തീയതിയിലാണ് ലെൻറ്റ് സീസൺ അവസാനിക്കുന്നത്. 31-ാം തീയതി ഈസ്റ്ററാണ്, 30-ാം തീയതിയോടുകൂടെ അവസാനിക്കുകയാണ്. 46 ദിനങ്ങൾ. അതിൽ 6 ദിനങ്ങൾ ഞായറാഴ്ചയാണ്. ഞായറാഴ്ച അതൊരു ഉപവാസമായിട്ട് കണക്കിടപ്പെടാറില്ല. കാരണം ഞായറാഴ്ച ശോഭയിൻ ദിവസമാണ്. ക്രിസ്തുവിനെ ആരാധിക്കുന്ന മക്കളുടെ ജീവിതത്തിലെ ശോഭയിൻ, ഉയിർപ്പിൻ്റെ ദിനങ്ങളാണ്. അന്ന് ഉപവാസം അനുഷ്ഠിക്കാറില്ല. അതുകൊണ്ട് തന്നെ 6 ദിവസങ്ങൾ ഒഴിവാക്കി മറ്റ് 40 ദിനങ്ങൾ നോമ്പിൻ്റെ കാലഘട്ടമായിട്ട് വേർതിരിക്കപ്പെട്ടിരിക്കുകയാണ്. നോമ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു 40 ദിവസം തൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപായി ഉപവസിച്ച് പ്രാർത്ഥിച്ചതായിട്ട് നാം കാണുന്നു മരുഭൂമിയിൽ. പഴയ നിയമത്തിൽ നാം വായിക്കുമ്പോൾ ഒരു വലിയ അനർത്ഥം നിനിവെ പട്ടണത്തിന് വരുത്തുവാനിരുന്നത് അവിടുത്തെ നിനിവയിലെ രാജാവും ജനങ്ങളും ഒരുമിച്ച് ചേർന്ന് 40 ദിവസം ഉപവസിക്കുന്നത് കാണുവാൻ സാധിക്കും. അവിടെ കന്നുകാലികൾ, ജീവജാലങ്ങൾ ഉൾപ്പെടെ അവർ വെള്ളം ഒന്നും കൊടുക്കാതെ ഒരു വളരെ കഠിനമായ ഒരു ഉപവാസം അവർ എടുക്കുകയാണ്. അതിലൂടെ തങ്ങളുടെ മേൽ വരാനിരുന്ന ഒരു വലിയ അനർത്ഥത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കുന്നത് കാണുവാനായി സാധിക്കും. കാരണം ദൈവം അവർക്ക് വരുത്തുമെന്ന് പറഞ്ഞിരുന്ന അനർത്ഥത്തിൽ നിന്നും ദൈവം അനുതപിച്ച് ദൈവം പിന്മാറുന്ന ഒരു ചിത്രത്തെ കാണുവാനായി സാധിക്കും. ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ബൈബിൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് 40 ദിവസത്തെ ഉപവാസത്തെക്കുറിച്ചാണ്. ഇതെങ്ങനെ ആചരിക്കണം? ഫെബ്രുവരി മാസം 14-ാം തീയതി, അതായത് ഈ വരുന്ന ബുധനാഴ്ച തുടങ്ങുന്ന ഈ നോമ്പ് നാം എങ്ങനെ ആചരിക്കണം? പ്രധാനമായിട്ടും ഈ വർഷത്തിലെ മറ്റ് ദിവസങ്ങളെ കാട്ടിലും അധിക സമയം പ്രാർത്ഥനയിൽ ചിലവഴിക്കുവാൻ ശ്രമിക്കുക. അധിക സമയം, പ്രത്യേകിച്ചും ജോലിക്കൊക്കെ പോകുന്നവർ അല്പം നേരത്തെ 1 മണിക്കൂർ, സാധാരണ നിങ്ങൾ എണീൽക്കുന്നതിൽ നിന്ന് 1 മണിക്കൂറെങ്കിലും നേരത്തെ എഴുന്നേറ്റ് ആ 1 മണിക്കൂർ സമയം
ദൈവത്തിൻ്റെ സന്നിധിയിൽ ചിലവഴിക്കുക. 2, ബൈബിൾ വായിച്ച് ഗ്രഹിച്ച് അതിൻ പ്രകാരം നടക്കുവാനായിട്ട് പരിശീലിക്കണം. ഏതെങ്കിലും ഒരു നല്ല സ്വഭാവമൊക്കെ വേദപുസ്തകം നമ്മോട് പറയുന്ന ഒരു കൽപ്പനയൊക്കെ പ്രമാണിക്കുവാനുള്ള തീരുമാനമെടുത്ത് അത് പിൻപറ്റുവാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ആത്മീയമായി ധ്യാനിക്കുക, ചിന്തിക്കുക. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ നിങ്ങളുടെ ബാഗിൽ വേദപുസ്തകം കരുതുക. ലക്ഷ ടൈമൊക്കെ കിട്ടുമ്പോൾ വേദപുസ്തകം വായിക്കുക. മൊബൈലിൽ വേദപുസ്തകമുണ്ട്, അത് വായിക്കുക, ഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. ദൈവത്തോട് കൂടുതൽ സഖ്യത പുലർത്തുന്ന ദിനങ്ങളാകണം ഈ 40 ദിനങ്ങൾ. നിങ്ങളെ ശുദ്ധീകരിക്കുവാനുള്ള ദിനങ്ങളാക്കി മാറ്റണം. ഭൗതിക അനുഗ്രഹങ്ങൾ നേടുവാനുള്ള കാലഘട്ടമായിട്ട് നിങ്ങൾ മാറ്റരുത്. ഈ 40 ദിനങ്ങൾ 2 കാര്യങ്ങൾ. ഒന്ന്, നിങ്ങളെ ശുദ്ധീകരിക്കുവാനുള്ള ഒരു കാലഘട്ടമാക്കി മാറ്റണം. ഒരു വ്രതശുദ്ധി എന്ന് പറയത്തില്ലേ? അപ്പം നോമ്പ് കാലഘട്ടം നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവാൻ, അല്ലെ, ദൈവത്തിന് ഇഷ്ടമല്ലാത്ത സ്വഭാവങ്ങളെ പൂർണ്ണമായിട്ട് വിട്ടുകളയുവാനുള്ള തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുവാനുള്ള ഒരു കാലഘട്ടമായി ഈ 40 ദിനങ്ങൾ ഒരുക്കുക. 2, ദൈവത്തിൽ നിന്നും അധിക ശക്തി പ്രാപിക്കുക. കാരണം ഇനി വരാൻ പോകുന്ന ജീവിതത്തിൻ്റെ വെല്ലുവിളികൾ, അല്ലെങ്കിൽ ഏറ്റക്കുറച്ചുകൾ, പ്രതിസന്ധികൾ, ഒരു വലിയ അനർത്ഥങ്ങൾ വരാൻ പോവുകയാണ് ഈ ലോകത്ത്. വേദപുസ്തകം പഠിപ്പിക്കുന്ന ചിന്ത അതാണ്. ഭയങ്കരമായ അനർത്ഥങ്ങൾ നേരിടുവാൻ പോവുകയാണ്. അതൊക്കെ അഭിമുഖീകരിക്കേണ്ട ശക്തി നിങ്ങൾ സംഭരിച്ചെടുക്കുക. മുന്നോട്ട് യാത്ര ചെയ്യും. ബഹുദൂരം യാത്ര ചെയ്യുവാനുണ്ട്, അല്ലെ? ബഹുദൂരം, വളരെ വേഗത്തിൽ. അതിനായിട്ട് സ്വർഗീയ ശക്തി നിങ്ങൾ പ്രാപിച്ചെടുക്കണം ഇരട്ടിയായി. അത് നിങ്ങളുടെ ജീവിതത്തെ ടിൽ ടു ദ ഇറ്റേണിറ്റി വരെ നിങ്ങളെ വഴി നടത്തണം. ആ ഒരു അനുഭവത്തിൽ നിങ്ങൾ ജീവിക്കണം. അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ഈ ദിനങ്ങളെ ഒരുക്കണമെന്നുള്ളതാണ്. മറ്റൊരു കാര്യം കൂടെ, കൂടുതലും ഈ 40 ദിനങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഭക്ഷണ പാനീയങ്ങളൊക്കെ വാരി വലിച്ച് കഴിക്കാതെ കഴിവതും ലളിതമായ ഭക്ഷണക്രമം ശീലിക്കുക ഈ 40 ദിനങ്ങൾ. പ്രത്യേകിച്ചും മാംസാദികൾ ഒഴിവാക്കുകയാണെങ്കിൽ ഏറെ നല്ലത്. സസ്യാഹാരം കഴിച്ചുകൊണ്ട് ഈ 40 ദിനങ്ങൾ ദൈവത്തോടൊപ്പമായിരിക്കാം, വചനത്തോടൊപ്പമായിരിക്കാം. കർത്താവ് അതിനായി സഹായിക്കട്ടെ. ഈ നോമ്പെടുക്കുവാനായിട്ട് ഒരുങ്ങുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് നിങ്ങളെ ശക്തിയേക്ക് ബലപ്പെടുത്തട്ടെ. തീർച്ചയായിട്ടും എടുക്കുവാൻ കഴിയുന്നവരൊക്കെ നോമ്പെടുക്കുക. എടുത്ത ശേഷം നിങ്ങൾ ലോകത്തിൽ കൊട്ടിഘോഷിച്ചുകൊണ്ടൊന്നും പറയേണ്ട കാര്യമില്ല ഞാൻ നോമ്പെടുക്കുന്നുവെന്ന്. അതൊക്കെ സീക്രട്ട് ആയിരിക്കട്ടെ. ദൈവം നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ മാത്രമായിരിക്കണം. മറ്റുള്ളവരെ കാണത്തക്ക വിധത്തിലൊന്നും നിങ്ങൾ നോമ്പെടുക്കരുത്. അത് രഹസ്യമായിരിക്കണം. നിങ്ങളും ദൈവവുമായുള്ള ബന്ധത്തിലായിരിക്കണം. ആ ഒരു അനുഭവത്തിലായിരിക്കാൻ സഹായിക്കട്ടെ. തീർച്ചയായിട്ടും നമുക്കൊരുമിച്ച് ഈ നോമ്പിൽ പങ്കുചേരാം. എല്ലാവിധമായ ഭാവങ്ങൾ നേരുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിച്ച് അതിനായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. കഴിഞ്ഞ ആഴ്ചയിൽ തിരുവചന സന്ദേശത്തിൻ്റെ ഒടുവിൽ ഞാനൊരു ചോദ്യം ചോദിക്കുകയുണ്ടായി. പഴയ നിയമകാലത്ത് പാപപരിഹാരത്തിനായി പുരോഹിതർ ജനത്തെ പ്രേരിപ്പിച്ചത് എന്ത് ചെയ്യുവാൻ ആയിരുന്നു? അതിൻ്റെ ആൻസർ പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട്, ശരിയായ ആൻസറുകൾ. അതിൻ്റെ ഉത്തരം ഇതായിരുന്നു: യാഗം കഴിക്കുവാൻ, സാക്രിഫൈസ് ചെയ്യുവാൻ വേണ്ടിയാണ്. കാളകളെയും ആട്ടുകൊറ്റന്മാരെയൊക്കെ യാഗം ചെയ്ത് പാപത്തിൽ നിന്ന് പരിഹാരം നിങ്ങൾ നേടണം എന്നുള്ള കൽപ്പനകളിലൂടെയുള്ള ഒരു പ്രചോദനമാണ് അവിടെ പുരോഹിതർ ജനത്തിന് നൽകിയതെന്ന് കാണുവാനായി സാധിക്കും. ഇന്ന് നാം ധ്യാനിക്കുവാനായി പോകുന്ന ചിന്താവിഷയം ശൂന്യതയെ അകറ്റുക എന്നുള്ളതാണ്. നമുക്കുള്ളിലെ ശൂന്യത, എംപ്റ്റിനെസ്സിനെ അകറ്റുക എന്നുള്ളതാണ്. വേദഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള ഒരു ഭാഗത്തെ ആസ്പദമാക്കിയാണ് ഇന്ന് നാം ധ്യാനിക്കുവാനായിട്ട് പോകുന്നത്. ഞാൻ ചില ചോദ്യങ്ങളിലൂടെ ആരംഭിക്കട്ടെ. നിങ്ങൾക്കൊരു ജോലി കിട്ടി, എന്നാൽ നിങ്ങളിപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിൽ ശൂന്യത അനുഭവിക്കുന്നവരാണ്. നിങ്ങൾക്കൊരു വീട് കിട്ടി, ഒരു ഭവനം കിട്ടി, ദീർഘനാളുകൾ ആഗ്രഹിച്ചിരുന്ന് പ്രാർത്ഥിച്ച് പരിശ്രമിച്ച ഒരു ഭവനം കിട്ടി, എന്നാൽ ഇപ്പോൾ നിങ്ങൾ ശൂന്യത അനുഭവിക്കുന്നവരാണ്. നിങ്ങൾക്കൊരു കുടുംബം കിട്ടി, ഭാര്യയാകാം, ഭർത്താവാകാം, മക്കൾ, ഒരു കുടുംബം കിട്ടി, ഒരുപാട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചൊക്കെ നല്ല ഒരു കുടുംബജീവിതമൊക്കെ കിട്ടി. പക്ഷേ ഇപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ശൂന്യത അനുഭവിക്കുന്നവരാണ്. നിങ്ങൾ കുറച്ച് സമ്പത്തും അധികാരമൊക്കെ കിട്ടി, നിങ്ങൾ ആഗ്രഹിച്ചതിന് ഉപരിയായ നിലയിൽ നിങ്ങൾ എത്തി. പക്ഷേ ഇപ്പോഴും നിങ്ങളെ ഒരു എംപ്റ്റിനെസ് ഫീൽ ചെയ്യുന്നുണ്ടോ? ഒരു ശൂന്യത നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജീവിത പങ്കാളിയെ നിങ്ങൾക്ക് കിട്ടി, പക്ഷേ ഇപ്പോഴും നിങ്ങൾ
ഒറ്റപ്പെട്ട ഒരു അനുഭവം, ഒരു ശൂന്യത നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, എന്താണ് ഈ ചോദ്യത്തിൻ്റെ പ്രസക്തി എന്നുള്ളത്. ഇക്കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞങ്ങളുടെ ശുശ്രൂഷ കാലയളവിൽ അനേകം പേരുടെ ജീവിതം പഠിച്ചതും കേട്ടതുമായ അനുഭവത്തിലാണ് ഞാൻ ഈ ചോദ്യങ്ങൾ ചിട്ടപ്പെടുത്തിയത്. ജീവിതത്തിൽ എന്തിനൊക്കെ ഓടി, എന്തൊക്കെയോ വെട്ടിപ്പിടിക്കുവാനും നേടിയെടുക്കുവാനും സമൂഹത്തിൽ മറ്റുള്ളവരെ പോലെ ആ ഒരു നിലയിലെത്തുവാനൊക്കെ എന്തൊക്കെയോ വേണ്ടിയുള്ള ഓട്ടമായിരുന്നു. രാപ്പകലില്ലാതെ കഠിനമായി പരിശ്രമിച്ചു, ഉറക്കമില്ലാതെ പഠിച്ചു, എന്തൊക്കെയോ ചെയ്തു, എല്ലാം നേടി, എവിടെയൊക്കെയോ എത്തി, സ്ഥായിയായി മേഖലകൾ പ്രാപിച്ചു എന്ന് ചിന്തിച്ച് തുടങ്ങിയ സ്ഥലം മുതൽ എവിടെയൊക്കെയോ എംപ്റ്റിനെസ്, ഒരു ശൂന്യത അനുഭവിക്കുന്നില്ലേ? രാത്രി നിങ്ങൾ കിടക്കറയിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ഉറക്കമുറിയിൽ നിങ്ങൾക്ക് ഒരു എംപ്റ്റിനെസ് ഫീൽ ചെയ്യുന്നില്ലേ? ഒറ്റയ്ക്ക് തനിച്ചിരിക്കുമ്പോഴൊക്കെ ഒരു എംപ്റ്റിനെസ് ഫീൽ ചെയ്യുന്നില്ലേ? എല്ലാവരും ഉള്ളപ്പോഴും നിങ്ങൾക്ക് ഒരു ഏകാന്തത അനുഭവിക്കുന്നില്ലേ? ചോദിക്കട്ടെ, ജീവിതത്തിൽ എപ്പോഴും ഇങ്ങനെയുള്ള ഏകാന്തതയും ശൂന്യതയൊക്കെ വരുമ്പോൾ അതിനെ പരിഹരിക്കുവാൻ നാം എന്തെങ്കിലും പരിശ്രമങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിൽ ആ ശൂന്യത ഒന്ന് മാറ്റിക്കിട്ടുവാനായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പരിശ്രമങ്ങൾ ജീവിതത്തിൽ നാം എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെ ഇന്നത്തെ പ്രഭാതത്തിലെ എൻ്റെ ചിന്താവിഷയം കുറവിനെ നീക്കുക അഥവാ ശൂന്യതയെ നമ്മിൽ നിന്നും അകറ്റുക എന്നുള്ളതാണ്. നമ്മിലെ കുറവിനെ അങ്ങ് നീക്കിക്കളയുക, ശൂന്യതയെ നമ്മിൽ നിന്നും അകറ്റുക. ഞാൻ പറഞ്ഞ വേദഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെ വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ആദ്യം ചെയ്ത അത്ഭുതത്തെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ ഒരു മിറക്കിൾ കാണുവാനായി സാധിക്കും. അവിടെ വേദപുസ്തകം പറഞ്ഞിരിക്കുന്നു, കാനാവിലെ കല്യാണ വീട്, മണവാളനുണ്ട്, പിന്നെ അവിടുത്തെ വീട്ടുകാരുണ്ട്, അതോടൊപ്പം വിരുന്നുവാഴികളുണ്ട്, യേശുവിൻ്റെ അമ്മയുണ്ട്, യേശുവിൻ്റെ ശിഷ്യന്മാരുണ്ട്, ശുശ്രൂഷക്കാരുണ്ട്. ഇത്രയും പേരെയാണ് അവിടെ ഒരു ഭംഗിയായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. മറക്കരുത്, കാനാവിലെ കല്യാണ വീട്, അവിടെ മണവാളനോ മണവാട്ടിയോ, ഹോർട്ട് മേ ബി മണവാളൻ മണവാട്ടിയോ ഉണ്ട്, അവരുടെ പാരൻസ് ഉണ്ട്, അവിടെ ബന്ധുമിത്രാദികൾ ചാർച്ചക്കാരുണ്ട്, വിരുന്നുവാഴികളുണ്ട്, യേശുവിൻ്റെ അമ്മയുണ്ട്, യേശുവുണ്ട്, യേശുവിൻ്റെ ശിഷ്യന്മാരുണ്ട്, ശുശ്രൂഷക്കാരുണ്ട്. ഇന്നത്തെ ഈ സന്ദേശത്തിൽ ഞാൻ ഉയർത്തി കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത് യേശുവിനെയോ അതുപോലെ യേശുവിൻ്റെ അമ്മയോ യേശുവിൻ്റെ ശിഷ്യഗണങ്ങളെ മറ്റാരെയോ ഞാൻ ഉയർത്തി കാണുക അവിടുത്തെ ശുശ്രൂഷക്കാരെക്കുറിച്ചാണ്, വേലക്കാരെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സ്പെസിഫൈ ചെയ്ത് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഈ ശുശ്രൂഷക്കാരെന്ന് പറയുമ്പോൾ നമുക്കറിയാം വേലക്കാർ അല്ലേ, ഒരു കല്യാണ വീട്ടിൽ സഹായിപ്പാനായിട്ട് അല്ലെങ്കിൽ ജോലിക്കായി വരുന്ന വേലക്കാരെക്കുറിച്ചാണ്. ഇവരുടെ ദൗത്യം എന്ന് പറയുന്നത് ഒന്ന് വീഞ്ഞ് ഒരുക്കുക. അന്നത്തെ കാലഘട്ടത്തിൽ നിന്നൊക്കെ നാം സദ്യ കൊടുക്കുന്നത് പോലെ അന്ന് പാലസ്തീൻ പശ്ചാത്തലത്തിൽ വീഞ്ഞാണ്, വൈൻ നൽകാറുണ്ട്. അപ്പോൾ വീഞ്ഞ് ഒരുക്കുക. രണ്ടാമത്തെ ഇവിടെ ജോലി എന്ന് പറയുന്നത് വീഞ്ഞ് വിളമ്പുക എന്നുള്ളതാണ്. വിരുന്നുവാഴികളൊക്കെ വരുമ്പോൾ അവർക്ക് കോരി വിളമ്പുക എന്നുള്ളതാണ്. നമുക്കറിയാം, വീട്ടിൽ വിവാഹ സദ്യ ഒരുക്കുമ്പോൾ ആ സദ്യക്കായി പോയിരിക്കുമ്പോൾ ഈ വിരുന്നുവാഴികൾ, അതിഥികൾ വന്ന് ഭക്ഷണത്തിരിക്കുമ്പോൾ ഈ അതിഥികൾക്ക് ബന്ധമുണ്ടാകുന്നത് ഈ വേലക്കാരുമായിട്ടാണ്. കാരണം ആ വീട്ടിലെ ഉടമസ്ഥർ എപ്പോഴും മറ്റു കാര്യങ്ങൾ അല്ലെങ്കിൽ ഓഡിറ്റോറിയത്തിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വ്യാപൃതരായിരിക്കും. പക്ഷേ ഭക്ഷണശാലയിൽ എപ്പോഴും ബന്ധമെന്ന് പറയുന്നത് ഉടമസ്ഥനും വിരുന്നുവാഴികളും തമ്മിലായിരിക്കത്തില്ല, ശുശ്രൂഷക്കാരും വിളമ്പുന്നവരും ഭക്ഷണം കഴിക്കാൻ വന്നവരുമായുള്ള ബന്ധമായിരിക്കും. വെള്ളം വേണമെങ്കിൽ അവരോട് വെള്ളം ചോദിക്കും, അതിന് അവർ വന്ന് ചോദിക്കും ഇനി വേണോ, ഭക്ഷണം ഇനി വേണോ, ചോറ് വേണോ, കറികൾ വേണോ, വെള്ളം വേണമോ, ഇനി എന്താണ് വേണ്ടത്, ചോദിച്ച് നൽകാറുണ്ട്. ഈസിന്റ് ഇറ്റ്? അപ്പോൾ എപ്പോഴും വിരുന്നുവാഴികൾ ശുശ്രൂഷക്കാരുമായിട്ടായിരിക്കും ഈ ഭക്ഷണശാലയിലെ ബന്ധമെന്ന് പറയുന്നത്. ഭക്ഷണത്തിനായി ഇരിക്കുന്നവർ ആകാംക്ഷയോടെ ശുശ്രൂഷകളിലേക്ക് വേണ്ടി നോക്കിക്കൊണ്ടേയിരിക്കും. നമുക്കറിയാം, ഒരു കല്യാണ വീട്ടിൽ പോയാൽ ഇപ്പോൾ നമ്മുടെ മുൻപിൽ ഇല ഇടുകയാണ് സദ്യക്കായിട്ട്. ഇല ഇട്ട് കഴിഞ്ഞാൽ ഫുഡ് വരാൻ ലേറ്റായാൽ നമ്മളിങ്ങനെ തിരിഞ്ഞ് നോക്കിക്കൊണ്ടേയിരിക്കും, എപ്പോഴാണ് അടുത്ത നിര വിളമ്പുവാനായിട്ട് വരുന്നത്. കൂട്ടും കറികളൊക്കെ കൊണ്ടുവരുന്നവരെ നാം ഇങ്ങനെ അവരിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തിരിക്കും. അപ്പോൾ ഉടമസ്ഥനെ നമ്മൾ നോക്കത്തില്ല, കല്യാണപ്പെണ്ണിനെയോ കല്യാണച്ചക്കനെയോ നമ്മൾ നോക്കത്തില്ല, നാം ഫോക്കസ് ചെയ്യുന്നത് വേലക്കാരെയാണ്. ദ സെർവൻസ്, ദോസ് ആർ വർക്കിംഗ് ദെയർ, അവരെ നമ്മൾ ഇങ്ങനെ ശ്രദ്ധയോടെ നോക്കിക്കണം, അവ എപ്പോൾ വരുമെന്നുള്ളത്.
പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം, ഈ കല്യാണ വീട്ടിലും ഒരു പകുതിയോളം സമയം വളരെ പെർഫെക്റ്റായിട്ട് കാനാവിലെ കല്യാണം പെർഫെക്റ്റായിട്ട് കാര്യങ്ങൾ നടന്നു നീങ്ങുകയാണ്. എന്നാൽ പകുതി സമയം കഴിഞ്ഞപ്പോൾ പന്തിയെല്ലാം നിറഞ്ഞിരിക്കുകയാണ്, ആളുകളെല്ലാം വിരുന്നുവാഴികൾ കൊണ്ട് നിറഞ്ഞു ഭക്ഷണശാല. പക്ഷേ ഈ ജനം പതിവ് സമയം കഴിഞ്ഞ് തങ്ങളുടെ മുൻപിൽ തങ്ങൾ ആഗ്രഹിച്ച വിഭവം വിളമ്പാത്തത് കൊണ്ട് ഇവർ വേലക്കാരിലേക്ക് നോക്കുകയാണ്. ആ വേലക്കാരെ വിളമ്പുന്നവരെ നോക്കുകയാണ്. വിളമ്പുന്നവർ നിസ്സഹരായ അവർ നിൽക്കുകയാണ്. ഒന്നും ചെയ്യുവാൻ കഴിയാത്ത അനുഭവത്തിൽ ഒരു നിസ്സഹായതയോടെ കൂടെ അവർ നിൽക്കുന്ന ഒരു ചിത്രം കാണുവാനായി സാധിക്കും. കാരണം തങ്ങളുടെ പാത്രങ്ങളിൽ ശൂന്യത, തങ്ങളുടെ പാത്രങ്ങളിൽ ശൂന്യത കാണുകയാണ്. നിസ്സഹായതയോടെ കൂടെ നോക്കി നിൽക്കുന്ന അല്ലെങ്കിൽ ഇരിക്കുന്ന ഈ വേലക്കാരുടെ വളരെ വളരെ വ്യക്തമായിട്ട് നമുക്ക് നോക്കിക്കാണുവാനായി സാധിക്കും. ഈ വേലക്കാർ കാരണം തങ്ങളുടെ പാത്രങ്ങളൊന്നുമില്ല. ഇത്രയും ജനം വന്ന് ഭക്ഷണത്തിനായിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഈ വിഭവം വിളമ്പുവാനായിട്ട് തങ്ങളുടെ പാത്രങ്ങളിൽ നോക്കിയപ്പോൾ അത് തീർന്നു പോയി. ഒരു എംപ്റ്റിനെസ്, ശൂന്യമായ ഒരനുഭവമാണ്. പഴയ കാലങ്ങളിലൊക്കെ ദാരിദ്ര്യം ഏറെ കൊടുമ്പിരി കൊണ്ടിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അന്നൊക്കെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അമ്മമാർ പാത്രങ്ങളിലേക്ക് നോക്കി നിസ്സഹായതയോടെ കൂടെ നോക്കുന്ന അനുഭവമുണ്ട്. കാരണം പലപ്പോഴും കൊടുക്കുവാനായിട്ടൊന്നും കാണത്തില്ല. കുറച്ച് പേർക്കൊക്കെ ഭക്ഷണം എടുത്ത് കഴിഞ്ഞാൽ, ചിലപ്പോൾ വീട്ടിൽ മക്കൾക്കും ഭർത്താവിനുമൊക്കെ ഭക്ഷണം എടുത്ത് കഴിഞ്ഞാൽ അമ്മയ്ക്ക് കഴിക്കാനായിട്ട് ആ കലത്തിൽ ഒരു വറ്റ് പോലും കാണത്തില്ല. അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ട് അല്ലേ, നമ്മുടെ പഴയകാല അനുഭവങ്ങളിലൊക്കെ. അപ്പോൾ അവിടെയൊക്കെ ഒരു ശൂന്യതയുടെ ഒരനുഭവമാണ്. ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എൻ്റെ ഒന്നാമത്തെ ചിന്ത, യേശുവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്ന വീട്ടിലാണ് ഒരു വലിയ കുറവ്, ഒരു ശൂന്യത അനുഭവിക്കുന്നത്. യേശുവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്ന വീട്ടിലാണ് ഒരു വലിയ കുറവ്, ഒരു വലിയ ശൂന്യത അനുഭവിച്ചത്. ഓർക്കുക, യേശു ഇല്ലാത്തപ്പോൾ അല്ല ഈ കുറവ് അവിടെ സംഭവിക്കുന്നത്. നിങ്ങൾ ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ടോ, നിങ്ങൾ ക്രിസ്തുവിൽ ജീവിക്കുന്നത് കൊണ്ടോ, നിങ്ങളൊരു ക്രിസ്തീയ കുടുംബമായതുകൊണ്ടോ, ക്രിസ്തു നിങ്ങളോടൊപ്പം കൂടെ ഉണ്ട് എന്ന ബോധ്യമുള്ളത് കൊണ്ടോ നിങ്ങൾ കഷ്ടതകളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്നു എന്നൊരിക്കലും നിങ്ങൾ ചിന്തിക്കരുത്. കഷ്ടതകൾ നിങ്ങളെ വിട്ട് മാറി നിൽക്കും എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അനർത്ഥങ്ങൾ, കുറവുകൾ, പ്രതിസന്ധികൾ നിങ്ങളെ വിട്ട് മാറിപ്പോകുമെന്ന് ചിന്തിക്കരുത്. ഇവിടെ യേശു ഉള്ള വീട്ടിലാണ് കുറവ് സംഭവിച്ചത്. യേശുവിൻ്റെ സാന്നിധ്യമുള്ള കാനാവിലെ കല്യാണ വീട്ടിലാണ് ഒരു വലിയ കുറവ് സംഭവിക്കുന്നത്. ഞാൻ പറയുന്ന ഈ സന്ദേശം ക്രിസ്തു വിശ്വാസത്തിൽ ജീവിക്കാത്തവർക്ക് വേണ്ടിയല്ല, ക്രിസ്തു വിശ്വാസത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ സന്ദേശം പൂർണ്ണമായിട്ട് ഞാൻ നൽകുന്നത്. ഇതിൽ 3 കാര്യങ്ങൾ നമുക്ക് എടുത്തു പറയുവാനായിട്ട് സാധിക്കും ഈ സംഭവത്തിൽ. ഈ 3 കാര്യങ്ങൾ, ഒന്നാമത്തേത്, സദ്യയ്ക്ക് ഉത്തരവാദിത്തപ്പെട്ടവർ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 22:9 മുതൽ 10 വരെ വായിക്കുമ്പോൾ, വീഞ്ഞ് ഒരുക്കേണ്ടത്, വീഞ്ഞ് വിളമ്പേണ്ടത് ആരുടെ ഉത്തരവാദിത്വമാണ്? ശുശ്രൂഷക്കാരുടെ ഉത്തരവാദിത്വമാണ്. അവരെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ഉടമസ്ഥൻ ഏൽപ്പിച്ചിരിക്കുന്നത് ഈ ശുശ്രൂഷക്കാരെയാണ്. നിങ്ങൾ വീഞ്ഞ് ഒരുക്കണം, വീഞ്ഞ് വിളമ്പണം. വേണമെങ്കിൽ ഈ ശുശ്രൂഷക്കാർക്ക് തങ്ങളുടെ കുറവ്, അല്ലെങ്കിൽ ഈ കുറവ് സംഭവിച്ചപ്പോൾ ഇവർക്ക് ഉടമസ്ഥൻ്റെ മേൽ കുറ്റം ആരോപിക്കുവാൻ സാധിച്ചേക്കാം. അങ്ങനെ ചെയ്യുവാൻ സാധിക്കും. കാരണം ഉടമസ്ഥനാണ് ഇതൊക്കെ വാങ്ങിത്തരേണ്ടുന്നത്. ഉടമസ്ഥൻ സഫിഷ്യൻ്റായിട്ട് തന്നില്ല, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വിളമ്പുവാൻ കഴിയാത്തത്, ഞങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ കഴിയാത്തതെന്ന് വേണമെങ്കിൽ ഇവർക്ക് പറയാം, കുറ്റം ആരോപിക്കാം. പക്ഷേ ഇവിടെ ഉത്തരവാദിത്തപ്പെട്ടവർ ആരാണ്? ശുശ്രൂഷക്കാരാണ്. ഉള്ളതിനെ എല്ലാവർക്കും ലഭിക്കത്തക്ക രീതിയിൽ ഇവർക്ക് വിളമ്പാമായിരുന്നു അല്ലേ? ഉള്ളതിന് എല്ലാവർക്കും ലഭിക്കത്തക്ക രീതിയിൽ ഇവർക്ക് വിളമ്പാമായിരുന്നു. എല്ലാവർക്കും മതിയായ വിധത്തിൽ വീഞ്ഞ് ഒരുക്കാമായിരുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ശുശ്രൂഷക്കാരാണ് ഇവിടുത്തെ യഥാർത്ഥ ഉത്തരവാദികൾ. റെസ്പോൺസിബിലിറ്റി ബിലോങ്സ് ടു ദ സെർവൻസ്, ദോസ് ഹു സെർവ് ദ വൈൻ അല്ലേ? പ്രിയമുള്ളവരെ,
ജീവിതത്തിലെ പല കുറവുകളുടെയും ഉത്തരവാദികൾ നാം തന്നെയാണ്. ആ കുറ്റം നമുക്ക് ആരുടെ മേൽ ആരോപിക്കുവാൻ കഴിയുന്നതല്ല. നമ്മുടെ ജീവിതത്തിലെ കുറവുകളുടെ ഉത്തരവാദിത്വം നാം ഏറ്റെടുക്കണം. നമ്മുടെ ജീവിതത്തിലെ ശൂന്യതയുടെ ഉത്തരവാദിത്വം നാം ഏറ്റെടുക്കണം. നാം തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ശൂന്യതയുടെ കുറവുകളുടെ ഉത്തരവാദി എന്നത്. രണ്ടാമത്തെ ചിന്ത, നല്ലതിൽ നിന്നും താണ അവസ്ഥയിലേക്ക് പോവുകയാണ്. സദ്യ വിളമ്പുവാൻ വീഞ്ഞ് വിളമ്പുവാൻ തുടങ്ങിയ സമയത്തുള്ള ശുശ്രൂഷക്കാരുടെ തലയെടുപ്പൊന്ന് ശ്രദ്ധിച്ചേ. കാരണം അവർക്കറിയാം ഭണ്ഡാരശാലയിൽ വീഞ്ഞ് സഫീഷ്യൻ്റായിട്ട് ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഇവർ നെഞ്ചും വിരിച്ച് തലയെടുപ്പോടുകൂടെ വിളമ്പുകയാണ്. ഗർവോടെ, അഹങ്കാരത്തോടെ, അഭിമാനത്തോടെ, അധികാരത്തോടെ ഇവർ വിളമ്പുകയാണ്. കാരണം ഇവിടെ എന്തുണ്ട്? വീഞ്ഞുണ്ട്. പക്ഷേ വീഞ്ഞ് തീർന്നപ്പോൾ ഇവരുടെ തല കുനിയുകയാണ്, തരം താണ അവസ്ഥയിലേക്ക് പോവുകയാണ്. ഇത്രയും നാൾ ഗർവോടുകൂടെ, ഇത്രയും സമയം ഗർവോടുകൂടെ നിന്നവർ ഇതാ തലകുനിഞ്ഞ് നിൽക്കുകയാണ് ഈ ശുശ്രൂഷ. കാരണം ഇവർക്ക് കൊടുക്കുവാനായിട്ട് തങ്ങളുടെ കരങ്ങൾ, തങ്ങളുടെ പാത്രങ്ങൾ ശൂന്യമാണ്. ചിലരൊക്കെ ഒളിച്ചുകൊള്ളുന്നു, ഭണ്ഡാരശാല ഒളിച്ചുകൊള്ളുന്നു. കാരണം ഈ ജനത്തെ ഫേസ് ചെയ്യാൻ കഴിയുന്നില്ല. ചിലരൊക്കെ ചില ശുശ്രൂഷക്കാർ മുഖം മറയ്ക്കുകയാണ്. കാരണം ഇവരോട് പറയുവാനായിട്ട് ഒന്നുമില്ല. തങ്ങളുടെ കരങ്ങളിൽ ഒരംശ വൈൻ പോലും അവർക്ക് കൊടുക്കുവാനായി ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ട് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീവിതമൊക്കെ പലപ്പോഴും അങ്ങനെയാണ്. നല്ല നിലവാരത്തിൽ നിന്ന് താണ അവസ്ഥയിലേക്ക് പോകുന്ന ചില സന്ദർഭങ്ങളും സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ സന്തോഷം നല്ല നിലവാരത്തിൽ നിന്നും താണ നിലവാരത്തിലേക്ക്, നമ്മുടെ സാമ്പത്തികം നല്ല നിലവാരത്തിൽ നിന്നും താണ നിലവാരത്തിലേക്ക്, നമ്മുടെ ആരോഗ്യം നല്ല നിലവാരത്തിൽ നിന്നും താണ നിലവാരത്തിലേക്ക്, നമ്മുടെ സ്ഥാനമാനങ്ങൾ നല്ല നിലവാരത്തിൽ നിന്ന് താണ നിലവാരത്തിലേക്ക്. ശരിയല്ലേ? നല്ലതിൽ നിന്നും താണ നിലവാരത്തിലേക്ക് പോയ അനുഭവങ്ങൾ, അങ്ങനെയുള്ള അനുഭവത്തിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ആയിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെയുള്ള അനുഭവത്തിലാണോ നിങ്ങളായിരിക്കുന്നത്? മൂന്നാമത്തെ ചിന്ത, യേശുവിൻ്റെ അമ്മ എന്തെങ്കിലും ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നില്ല. യേശുവിൻ്റെ അമ്മ എന്തെങ്കിലും ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നില്ല. ആ വേദഭാഗം ശ്രദ്ധിച്ച് വായിക്കണേ. യേശുവിൻ്റെ അമ്മ ഇൻഫർമേഷൻ മാത്രം നൽകുകയാണ്. വീഞ്ഞ് തീർന്നപ്പോൾ യേശുവിൻ്റെ അടുക്കൽ അമ്മ വരികയാണ്. യേശുവിൻ്റെ അമ്മ മറിയ വരികയാണ്. 2-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ യേശുവിൻ്റെ അമ്മ പറയുന്നത് ശ്രദ്ധിക്കണം. ഒറ്റ സെൻറ്റൻസാണ്, അവർക്ക് വീഞ്ഞ് ഇല്ല എന്ന് പറഞ്ഞു. അവർക്ക് വീഞ്ഞ് ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ യേശു എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞാൽ ആവശ്യപ്പെടുന്നില്ല മറിയ. വീഞ്ഞില്ല എന്ന ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. നമ്മൾ സാധാരണ നടന്നു പോകുമ്പോൾ ചിലരോട് പറയും, അവിടെ ബ്ലോക്കാണ് കേട്ടോ, അല്ലേ, ഞാൻ പറഞ്ഞിട്ട് പോകുന്നത്, അല്ലെ അവിടെ ഇന്ന ഇഷ്യൂ ആണ് എന്ന് വിവരം കൊടുത്തിട്ട് നമ്മൾ പോവുകയാണ്. അവിടെ സൊല്യൂഷനോ നിങ്ങൾ എന്തെങ്കിലും ചെയ്യണോ ഇടപെടണമെന്നോ ഇതൊന്നും ആവശ്യപ്പെടുന്നില്ല. എന്തുകൊണ്ടാണ് മറിയ ഈ വിവരം യേശുവിനെ ധരിപ്പിച്ചത്? അവർക്ക് വീഞ്ഞില്ല എന്ന വിവരം ധരിപ്പിക്കുവാനുണ്ടായ കാരണം എന്താണ്? കാരണം ഇതിനു മുമ്പ് യേശു അടയാളങ്ങളോ അത്ഭുതങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. മറിയയും കണ്ടിട്ടില്ല. യേശു ചെയ്യുന്ന അത്ഭുതം അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. എന്തായിരിക്കും വാസ്തവത്തിൽ മറിയ ഈ വിവരം നൽകുവാൻ തക്കവണ്ണം എന്തായിരിക്കും പ്രതീക്ഷിച്ചത്? ഒരുപക്ഷെ മറിയ യേശുവിൽ നിന്നും അത്ഭുതം പ്രതീക്ഷിച്ച് കാണുമോ ചോദ്യമാണ്. അതോ ഈ അവസ്ഥയിൽ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് തിരികെ പോകുവാൻ വേണ്ടിയാണോ ഈ വിവരം നൽകിയത്? കാരണം വീഞ്ഞില്ല, നീ പെട്ടെന്ന് ഇവിടെ നിന്ന് സ്ഥലം വിട്ടോ, ശിഷ്യന്മാരെയൊക്കെ വിളിച്ചുകൊണ്ട് നീ വീട്ടിലേക്ക് പൊക്കോ എന്നുള്ള വിവരം നൽകുവാൻ വേണ്ടിയാണോ അവർക്ക് വീഞ്ഞ് ഇല്ല എന്ന് പറഞ്ഞത്? എന്തായിരുന്നു മറിയയുടെ പ്രതീക്ഷ? പക്ഷെ ഇവിടുത്തെ ഒരു കാതലായ ചിന്ത, ആ പ്രശ്നത്തെ യേശുവിനെ അറിയിക്കും. പ്രശ്നത്തെ യേശുവിനെ അറിയിക്കുകയാണ്, ഇൻഫോം ചെയ്യുകയാണ്. മറിയ ഉള്ളിൽ എന്തും സംഗ്രഹിക്കട്ടെ, പോസിറ്റീവ് ഓർ നെഗറ്റീവ്. പക്ഷേ ഇവിടുത്തെ കാതലായ ചിന്ത, മറിയ ഒരു ഇഷ്യൂ നടന്നതിന് യേശുവിനെ അറിയിക്കുന്നു, ഇൻഫോം ചെയ്യുകയാണ്. ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഏതുമാകട്ടെ, ഏത് തരത്തിലുള്ള പ്രതിസന്ധി ശൂന്യതയാകട്ടെ, ഇൻഫോം ടു ജീസസ്. യേശുവിനെ അറിയിക്കുക. യേശുവിനോട് നിങ്ങളുടെ അധരങ്ങൾ കൊണ്ട് പറയും. ഹീ നോസ്. യേശു സകലവും അറിയുന്നു, നിങ്ങളുടെ ജീവിതത്തിൻ്റെ സകലവും.
നാം പറഞ്ഞു തന്നെ അറിയണമെന്നില്ല, പക്ഷേ വി മസ്റ്റ് ഇൻഫോം ടു ഹിം. നമ്മുടെ വിഷയത്തെ, നമ്മുടെ യഥാർത്ഥ കാര്യത്തെ നാം യേശുവിനോട് പറയണം. അതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഞാൻ ഒന്നാമത്തെ ചിന്തയിൽ നിന്നും യേശുവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്ന വീട്ടിലാണ് ഒരു കുറവ്, ശൂന്യത സംഭവിച്ചതിൽ നിന്നും ഞാൻ 3 കാര്യങ്ങൾ പറയുവാനുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യമാണ് പ്രവേശിക്കുന്നത്. രണ്ടാമത്തേത്, മറിയ ശൂന്യതയുടെ അല്ലെങ്കിൽ കുറവിൻ നടുവിൽ ശുശ്രൂഷക്കാർക്ക് നൽകിയ നിർദ്ദേശത്തെക്കുറിച്ചാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്വിൻ എന്ന് പറഞ്ഞു. അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്വിൻ എന്ന് പറയുകയാണ്. ആമേൻ. ഇവിടെ ഒരു നിർദ്ദേശം കൊടുക്കുകയാണ്. യേശുവിനോട് പറയാത്തത് ഇവിടെ ശുശ്രൂഷക്കാരോട് പറയുന്നു. ശിഷ്യന്മാരോട് പോലും പറയുന്നില്ല. ഇതുവരെ നിങ്ങളുടെ ബുദ്ധിക്കും പ്രാപ്തിക്കും ഒക്കെ അനുസൃതമായി നിങ്ങൾ ചെയ്തു, പക്ഷെ പരാജയമാണ്. നിങ്ങൾക്ക് വീഞ്ഞ് പൂർണ്ണമായിട്ട് കൊടുക്കുവാൻ കഴിഞ്ഞില്ല. ഇനി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഇനി യേശു കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുവിൻ എന്ന നിർദ്ദേശം, ഒരു കമാൻഡ്മെൻ്റ് കൊടുക്കുകയാണ് മറിയ. ഒരു വളരെ അമേസിങ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. എൻ്റെ ഹൃദയത്തെ ഏറെ സ്പർശിച്ച ഒരു ഭാഗമാണ്. നിങ്ങൾ ഇത്രയുമൊക്കെ ഉള്ളതിനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ നിങ്ങൾ പരിശ്രമിച്ചു, പക്ഷെ സാധിച്ചില്ല. നിങ്ങളിപ്പോൾ നിരാശ്രയായിട്ട് നിൽക്കുകയാണ്. നിങ്ങളിപ്പോൾ നിസ്സഹായതയോടുകൂടെ നിൽക്കുന്ന ഒരു അനുഭവമാണ്. നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുന്നില്ല. അപ്പോൾ ഇനി ഒരു കാര്യം ചെയ്യുക, യേശു എന്തെങ്കിലും നിങ്ങളോട് കൽപ്പിച്ചാൽ ഇനി നിങ്ങളത് ചെയ്യണം. ആമേൻ. യേശു എന്തെങ്കിലും കൽപ്പിക്കുകയാണ്, അതൊക്കെ നിങ്ങൾ ചെയ്യുക. ഈ നിർദ്ദേശം കൊടുക്കുകയാണ്. യേശുവിടെ പറഞ്ഞത് എന്താണ്? കൽപ്പാത്രങ്ങളിൽ വെള്ളം കോരി നിറപ്പിൻ. 2 കാര്യമാണ് യേശു പറഞ്ഞത് ശുശ്രൂഷക്കാരോട്. എന്താണ്? നിങ്ങൾ കൽപ്പാത്രങ്ങളിൽ വെള്ളം കോരി നിറപ്പിൻ. 2, ഇപ്പോൾ കോരി വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുപ്പിൻ. നിറയ്ക്കുക, കൊടുക്കുക. അല്ലേ? നിറയ്ക്കുക, കൊടുക്കുക. ഇതാണ് യേശു പറഞ്ഞത്. അപ്പോൾ ബൈബിൾ പറയുന്നു അവിടെ 6 കൽപ്പാത്രങ്ങൾ, അല്ലേ? കാനാവിലെ കല്യാണ വീട്ടിൽ 6 കൽപ്പാത്രങ്ങൾ ഉണ്ടായിരുന്നു. ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം കോരി അവർ അത് ശുശ്രൂഷ അനുസരിച്ചു. വെള്ളം വീഞ്ഞായി. പച്ചവെള്ളം ഇപ്പോൾ മുന്തിയ ഇനം വീഞ്ഞായി മാറുകയാണ്. ഇവിടുത്തെ മറ്റൊരു വലിയ ശ്രേഷ്ഠമായ ചിന്തയെന്ന് പറയുന്നത് യോഹന്നാൻ 2:9 പറഞ്ഞിരിക്കുന്നു, ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് ശുശ്രൂഷക്കാരല്ലാതെ മറ്റാരും അറിഞ്ഞില്ല. ഇതെങ്ങനെ സംഭവിച്ചു എന്ന്. അതാണ് ഞാൻ ഇന്നത്തെ ഈ സന്ദേശത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഞാൻ പറഞ്ഞത്. ഞാനിന്ന് ശുശ്രൂഷക്കാരെക്കുറിച്ച് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നത്. ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് ശുശ്രൂഷക്കാരല്ലാതെ മറ്റാരും അറിഞ്ഞില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, 2024 നോമ്പ് കാലത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈ നോമ്പ് കാലം 2024 എന്നത്, ശ്രദ്ധിച്ച് കേൾക്കണേ, ദൈവം നമ്മോട് കൽപ്പിച്ചത് ചെയ്യുവാനുള്ള ഒരു കാലഘട്ടമാണ്. 2024 നോമ്പിൻ കാലഘട്ടം എന്നത് ദൈവം നമ്മോട് കൽപ്പിച്ചത് ചെയ്യുവാനുള്ള ഒരു കാലഘട്ടമാണ്. ഇത്രയും നാൾ ബൈബിൾ വായിച്ചു, അല്ലേ? ഇത്രയും കാലം പ്രസംഗങ്ങൾ കേട്ടു. ഇനി ഈ ഒരു കാലഘട്ടം അത് പ്രവർത്തിക്കുവാനുള്ള, അത് അനുസരിക്കുവാനുള്ള, അത് പ്രായോഗികതയിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു കാലഘട്ടമാക്കി മാറ്റുക എന്നുള്ളതാണ്. ബാക്ക് ടു ജീസസ്, കർത്താവിലേക്ക് മടങ്ങി വരുന്ന ഒരു കാലഘട്ടം. ടേൺ ടു ജീസസ്, യേശുവിലേക്ക് തിരിയുന്ന, മനസ്സിനെ തിരിക്കുന്ന ഒരു കാലഘട്ടം. ടേൺ ടു ദ ബൈബിൾ, വേദപുസ്തകത്തിലേക്ക് നമ്മെ തിരിക്കുന്ന, നമ്മുടെ മനസ്സിനെ, ബോധ മനസ്സിനെ ബൈബിളിലേക്ക് ടേൺ ചെയ്യിപ്പിക്കുന്ന ഒരു കാലഘട്ടമായി മാറണം. ഈ നോമ്പിൻ കാലഘട്ടം അതായി മാറണം. യേശുവിലേക്കും ബൈബിളിലേക്കും നിങ്ങൾ ടേൺ ചെയ്യുന്ന, അതിലെ എസൻസ് ആയിട്ടുള്ള, നമ്മളോട് പ്രമാണിക്കുവാൻ പറഞ്ഞ കൽപ്പനകളെ അത് പ്ലക്ക് ചെയ്തെടുത്ത് നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്ത് അത് മുന്നേറുവാണ്ട ഒരു കാലഘട്ടം മാറണം ഈ വരുന്ന 46 ദിനങ്ങൾ. പ്രിയമുള്ളവരെ, നാം യേശുവിനെ
ആരാധിച്ച് അല്ലേ മടുത്തുപോയ അനുഭവമാണോ? യേശുവിനെ ആരാധിക്കുന്നത് വിട്ടുകളയുക. ആമേൻ. യേശുവിനെ ആരാധിക്കുന്നത് വിട്ടിട്ട് യേശുവിനെ പിൻപറ്റുന്നവരാകുക. ഇതാണ് നമ്മുടെ ലൈഫിൽ വേണ്ടത്. യേശുവിനെ ആരാധിക്കുന്നത് വിട്ടിട്ട് യേശുവിനെ നിങ്ങൾ പിൻപറ്റുന്നവരാകുക, യേശുവിനെ ഫോളോ ചെയ്യുന്നവരാകുക. എന്നെ അനുഗമിപ്പിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് യെസ് കർത്താവേ, ആമേൻ കർത്താവേ, അങ്ങ് ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, യേശുവിൻ്റെ നാമത്തിൻ്റെ ആമേൻ. എന്നിട്ട് നമ്മുടെ വഴിക്ക് നമ്മൾ പോവുകയാണ് അല്ലേ? യേശുവിനെ വർഷിപ്പ് ചെയ്യുകയാണ്. ചിലരുടെ മനസ്സിലൊക്കെ ജീസസ് ഒരു ഐഡലാണ്, ഒരു വിഗ്രഹത്തെ പോലെ വെച്ച് ആരാധിക്കുകയാണ് അല്ലേ? ഞായറാഴ്ച പോയി യേശുവെ നന്ദി കർത്താവ്, ഒരു 10 രൂപ ഇട്ടിട്ട് നാം നമ്മുടെ വഴിക്ക് പോകുന്നു അല്ലേ? ചില സമയത്ത് ഒരു കുഞ്ഞു പ്രാർത്ഥന നടത്തി നാം നമ്മുടെ വഴിക്ക് പോകുന്നു. ഇതൊരു ക്രിസ്തുവുള്ള ജീവിതമല്ല പ്രിയരെ. ക്രിസ്തുവുള്ള ജീവിതം എന്ന് പറയുന്നത് ഫോളോ ജീസസിൻ്റെ പുറകെ പോവുക എന്നുള്ളതാണ്. നാം ദൈവത്തോട് പ്രാർത്ഥിച്ച് നമ്മുടെ വഴിക്ക് പോകുന്നതല്ല. അത് വിട്ടുകളെ. ഈ 2024 അങ്ങനെ ഒരു തീരുമാനം എടുക്കുക. ഞാനിനി എൻ്റെ സ്വന്തം വഴിക്ക് പോവുകയില്ല. ഞാൻ ടാറ്റ പറഞ്ഞ് കാണിക്കയിട്ടിട്ട് ഞാൻ എൻ്റെ സ്വന്തം വഴിയല്ല. പിന്നെയും I will follow Jesus. I have decided to follow Jesus. I have decided to follow Jesus. I have decided to follow Jesus. No turning back, no turning back, no turning back, no turning back. The world behind me, the cross before me. The world behind me, the cross before me. The world behind me, the cross before me. No turning back, no turning back. ക്രിസ്തു എൻ്റെ മുൻപാകെ, ഞാൻ അതിൻ്റെ പിന്നാലെ. ലോകം എൻ്റെ പിന്നാലെ. നോക്കണേ, ക്രിസ്തുവിന് എൻ്റെ മുന്നിൽ, അതിൻ്റെ തൊട്ടുപുറകിൽ ഞാൻ, എൻ്റെ പുറകിലാണ് ഈ ലോകം. ഞാൻ പറഞ്ഞു വരുന്നത് ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരിക. കം ബാക്ക് ടു ദ ഫസ്റ്റ് ലവ്. ദൈവവുമായുള്ള, ക്രിസ്തുവുമായുള്ള ആദ്യ സ്നേഹത്തേക്ക് മടങ്ങി വരിക. നമ്മിലെ കുറവുകളെ ഓർത്തെടുക്കുക. എൻ്റെ ജീവിതത്തിൽ എന്താണ് കുറവ്? കാനാവിലെ കല്യാണ വീട്ടിലെ ഏറ്റവും വലിയ ശൂന്യത, കുറവ്, അവിടുത്തെ ഏറ്റവും പ്രധാന വിഭവം കുറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ കുറവെന്താണ്? നമ്മുടെ ജീവിതത്തിൽ തെറ്റെന്താണ്? അത് ഓർത്തെടുക്കുവാനായി ശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ ഓർത്തെടുക്കുവാനായി ശ്രമിക്കുക. ടു റിമെമ്പർ. നോമ്പ് കാലമെന്ന് പറയുന്നത് ടു റിമെമ്പർ, ഓർത്തെടുക്കുക. 2, ടു റിപ്പൻറ്റ്, മാനസാന്തരപ്പെടുക. ആ കുറവുകളൊക്കെ പരിഹരിക്കുവാനായിട്ട് ക്രിസ്തുവിനോടൊപ്പം ചേരുക. വചനത്തിലേക്ക് ഫോക്കസ് ചെയ്യുക. കൽപ്പനകളെ പ്രമാണിക്കുക. 3, റിട്ടേൺ. ദൈവത്തിങ്കിലേക്ക്, ദൈവത്തിൻ്റെ ആത്മാവിലേക്ക് നാം മടങ്ങി വരിക. അത് അനുഗ്രഹീതമായ ഒരു നന്മയാണ്. ദൈവം കൽപ്പിച്ചത് ചെയ്യുവാൻ നാം മടങ്ങി വന്നാൽ നമ്മുടെ ജീവിത ഉത്തരവാദിത്വങ്ങൾ നാം ഒരിക്കലും തളർന്നു പോകുകയില്ല. ദൈവം കൽപ്പിച്ചത് ചെയ്യുവാൻ നാം മുൻവന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം ഒരിക്കലും നാം ക്ഷീണിച്ചു പോകുകയില്ല. ഒരിക്കലും നാം ഡെസ്പാകുകയില്ല, തളർന്നു പോകത്തില്ല. മാത്രമല്ല, തരം താണ അവസ്ഥയിൽ നിന്നും ദൈവം നമ്മെ കരകയറ്റി തന്നെ ചെയ്യും. ഈ നോമ്പിൻ കാലഘട്ടം ദൈവം പറയുന്നത് ചെയ്യുവാൻ നിങ്ങൾ മുൻവരുമ്പോൾ നിങ്ങളുടെ താണ അവസ്ഥയിൽ നിന്ന് നിങ്ങളെ ഉയർത്തും ഇരട്ടി മഹത്വത്തോടെ. ഈ കാനാവിലെ കല്യാണത്തിൽ സംഭവിച്ചെന്താണ്? ഏറ്റവും മുന്തിയ വീഞ്ഞാക്കി മാറ്റുകയാണ്. ആദ്യം വിളമ്പിനേക്കാൾ ഇരട്ടി ഗുണനിലവാരമുള്ള, 10 മടങ്ങ് നിലവാരമുള്ള ഒരു വൈനാക്കി അവിടെ മാറ്റുകയാണ്. ഞാൻ പറയട്ടെ, നിങ്ങൾ താണുപോയ അവസ്ഥയിലാകാം. നിങ്ങളെ ഇരട്ടി മധുരമാക്കി, 10 മടങ്ങ് മഹത്വമാക്കി ദൈവത്തിന് നിങ്ങളെ മാറ്റുവാൻ കഴിയും. നിങ്ങൾ ദൈവത്തെ അനുസരിച്ചാൽ, ദൈവം കൽപ്പിച്ചത് ചെയ്താൽ, ദൈവം പ്രമാണിക്കുവാൻ പറയുന്നത് നിങ്ങൾ ചെയ്താൽ, നിങ്ങളെ 10 മടങ്ങ് മഹത്വമാക്കി ദൈവത്തിന് മാറ്റുവാൻ കഴിയും. നിങ്ങളെ ഉപയോഗിക്കുവാൻ കഴിയും. നിങ്ങളായിരിക്കുന്ന മേഖല, ക്രിസ്തീയ ജീവിതം, വിശ്വാസ ജീവിതം, ഔദ്യോഗിക മേഖല എവിടെ ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ സാമൂഹിക ജീവിതത്തിൽ നിങ്ങളെ ഒരു മുത്താക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് വചനം പറയുന്നത്, അവൻ കൽപ്പിക്കുന്നത്, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് നിങ്ങൾ ചെയ്യുവിൻ. ഇന്ന് നാം എല്ലാം ദൈവത്തിൻ്റെ ശുശ്രൂഷക്കാരാണ്. നാം എല്ലാവരും ദൈവം പറയുന്നത് ചെയ്യാം, ദൈവം കൽപ്പിക്കുന്നത് ചെയ്യാം.
അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ ചോദ്യം ഇതാണ്: കാനാവിലെ കല്യാണ വീട്ടിൽ എത്ര കൽപ്പാത്രങ്ങൾ ഉണ്ടായിരുന്നു? കാനാവിലെ കല്യാണ വീട്ടിൽ ഉണ്ടായിരുന്ന കൽപ്പാത്രങ്ങളുടെ എണ്ണം എത്ര? നിങ്ങളുടെ ഉത്തരങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ സന്ദേശം നിങ്ങൾ ഷെയർ ചെയ്യുക. വചനം കേൾക്കുവാൻ താല്പര്യമുള്ളവർക്ക് വചനം നൽകുക. അവർ കർത്താവിൽ വളരട്ടെ, ദൈവ സാന്നിധ്യം അനുഭവിക്കട്ടെ. കണ്ണുകളടയ്ക്കാം. നമ്മുടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. തലമുറ തലമുറയായി ഞങ്ങളുടെ സംഗീതമായി കോട്ടയായി ഞങ്ങളുടെ ആശ്രയമായി ബലമായി നാൾതോറും ഞങ്ങളുടെ ജീവിതങ്ങളെ വഴി നടത്തുന്ന സർവ്വലഭനായ സ്വർഗീയ പിതാവാം നല്ല ദൈവം, പിതാവെ, അനുഗ്രഹിക്കപ്പെട്ട ആശീർവദിക്കപ്പെട്ട മനോഹരമായ ഈ പ്രഭാതവേളയ്ക്കായി സ്തോത്രം ചെയ്തു പിതാവെ. നൽകിയ നല്ല സന്ദേശത്തിനായി സ്തോത്രം ചെയ്തു പിതാവെ. കർത്താവെ, ഞങ്ങളുടെ ശൂന്യതകളെ, ഞങ്ങളുടെ കുറവുകളെ കർത്താവെ മാറ്റുവാൻ ദൈവമേ അങ്ങ് കൽപ്പിച്ചത് പ്രമാണിക്കുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങളുടെ ജീവിതത്തെ ഒരുക്കണം. പ്രത്യേകിച്ച് 2024 നോമ്പിൻ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ അതിലേക്കായി ഞങ്ങൾ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, വ്രതശുദ്ധിയോടുകൂടെ, വിശ്വാസത്തോടെ, വിശുദ്ധിയോടുകൂടെ കർത്താവെ സ്തോത്രം. ഈ കർത്താവെ, ഈ ആണ്ടത്തെ നോമ്പ് ആചരിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ശക്തിയും ബലവും കൃപയും പകരണമേ. ഉൾബലം നൽകണമേ. കൈകാലുകൾക്ക് ബലം, ചിന്തകൾക്ക് ശക്തി വരണം. ഞങ്ങളെ തന്നെ പൂർണ്ണമായി ദൈവകരങ്ങൾ സമർപ്പിക്കും. നന്ദി അപ്പ. പ്രാർത്ഥനയുടെ അനുഗ്രഹിക്കാൻ സ്തോത്രം. ഈ വർഷം നോമ്പെടുക്കുവാൻ ഉദ്ദേശിക്കുന്ന ആഗ്രഹിക്കുന്ന എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ പിതാവേ അടിയൻ അനുഗ്രഹിച്ച് ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുകൃപ നിഴലായി കൂടിരിക്കട്ടെ. ശരീരസുഖം, ബലം, ദീർഘായുസ്, ദൈവകൃപ എല്ലാവരുടെയും പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു രക്ഷിതാവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണം. തിരുരാജ്യം വരണം. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണം. കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിച്ചു. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണം. രാജ്യവും ശക്തിയും മഹത്വം ഇന്നും എന്നേക്കും അങ്ങേക്കുള്ളതാകുന്നുവല്ലോ. ആമീൻ. വിശ്വാസത്തോടെ ആശീർവാദം കൈക്കൊള്ളും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും സമാധാനവും നിങ്ങളെല്ലാവരും സർവ്വദാ കൂടിയിരിക്കുമാറാകട്ടെ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയരെ, ഈ നോമ്പിൻ കാലഘട്ടത്ത് കർത്താവ് കൽപ്പിച്ചത് ചെയ്യാം, ഓർത്തെടുക്കാം, മനസ്സന്തരപ്പെടാം, കർത്താവിലേക്ക് മടങ്ങി വരാം. അതിനായി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആമീൻ. ഗോഡ് ബ്ലസ് യു ആൾ. താങ്ക് യു വെരി മച്ച്.